മഴക്കാലത്ത് കാറ്റ് വീശുക സ്വാഭാവികമാണല്ലോ. പലപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് മുന്നറിയിപ്പുകൾ ലഭിക്കാറുണ്ട്. ഒരു നിശ്ചിത കിലോമീറ്ററിൽ കാറ്റ് വീശുകയാണെന്നും അതിനാൽ മീൻ പിടിക്കുന്നവർ കടലിൽ പോകരുതെന്നും മറ്റുമുള്ള മുന്നറിയിപ്പ്. എങ്ങനെയാണ് ഈ കാറ്റിൻ്റെ വേഗം കണ്ടുപിടിക്കുന്നത്? 4 കപ്പുകൾ 4 വശത്തേക്കും നീട്ടി നിർത്തിയിട്ടുള്ള അനിമോമീറ്റർ എന്ന ഉപകരണമാണ് ഇതിന് സഹായിക്കുന്നത്. അനിമോമീറ്റർ ആര് കണ്ടുപിടിച്ചു എന്ന കാര്യത്തിൽ ഇന്ന് പലരും തെറ്റായ വിവരമാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. 1846-ൽ ഇംഗ്ലണ്ടുകാരനായ റോബർട്ട് ഹുക്ക് അനിമോമീറ്റർ കണ്ടുപിടിച്ചു എന്നാണ് മിക്ക പുസ്തകങ്ങളിലും ഉള്ളത്. യഥാർത്ഥത്തിൽ ഇത് തെറ്റാണ്. റോബർട്ട് ഹുക്കിന് 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1450-ൽ ഇറ്റാലിയൻ ആർക്കിടെക്റ്റായ ലിയോൺ ബാറ്റിസ്റ്റ ആൽബർട്ടി ആദ്യത്തെ മെക്കാനിക്കൽ അനിമോമീറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാറ്റിന് ലംബമായി വെച്ച ഒരു ഡിസ്ക് ആയിരുന്നു ആൽബർട്ടിയുടെ അനിമോമീറ്ററിൻ്റെ പ്രധാന ഭാഗം. വർഷങ്ങൾക്ക് ശേഷം ഹുക്ക് നിർമ്മിച്ച അനിമോമീറ്ററും ഇതുപോലെയുള്ളതായിരുന്നു. ഇന്ന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള അർദ്ധഗോളാകൃതിയിലുള്ള കപ്പ് ഉപയോഗിച്ചുണ്ടാക്കിയ അനിമോമീറ്റർ കണ്ടുപിടിച്ചത് 1846-ൽ റോബിൻസൺ ആണ്. 4 വശത്തേക്കും നീണ്ടു നിൽക്കുന്ന ദണ്ടിൻ്റെ അറ്റത്ത് ഈ കപ്പുകൾ ഘടിപ്പിച്ചിരിക്കും. കുത്തനെ നിർത്തിയിരിക്കുന്ന പോസ്റ്റിൽ എത്ര തവണ ഈ കപ്പുകൾ തിരിഞ്ഞു വരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാറ്റിൻ്റെ വേഗം കണ്ടുപിടിക്കുന്നത്. ഭൂഗർഭ അറകളിലും തുരങ്കങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഉണ്ടാകുന്ന കാറ്റിൻ്റെ വ്യതിയാനങ്ങളും മറ്റും നിർണ്ണയിക്കാൻ 1994-ൽ ആൻഡ്രിയാസ് ഫ്ലെച്ച് സോണിക് അനിമോമീറ്റർ കണ്ടുപിടിച്ചു.